അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളൊക്കെ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോകുന്നുണ്ട് അല്ലെ? നമ്മൾ അമ്പിയാക്കന്മാരോ മഅ്സൂമിങ്ങളൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ വന്നു പോകാറുണ്ട്. എന്നാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു 10 തെറ്റിനെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 തെറ്റുകൾ ചെയ്യുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 10 തെറ്റ്? ആ 10 തെറ്റുകൾ പറയുന്നതിന് മുമ്പ് ആ 10 തെറ്റ് ചെയ്താൽ എന്താണ് ശിക്ഷ, അതാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹൈസ് സമർഖന്ദി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖുർറത്തുൽ ഉയൂൻ വ മുഫർരിജുൽ ഖൽബിൽ മഹ്സൂൻ എന്ന് പറയുന്ന കിതാബിൽ പറയുന്ന ഒരു ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. അതായത് ഒരു 10 തരം തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ അവര് മഹ്ശറിലേക്ക് വരുമ്പോൾ അല്ലാഹു തആല അവരോട് കോപിക്കുമെന്നും അവരോട് നരകത്തിൽ പോകാൻ കൽപ്പിക്കുമെന്നും മാത്രമല്ല ആ മഹ്ശറിലേക്ക് അവരെ കൊണ്ടുവരുന്നത് തന്നെ മുഖത്ത് മാംസമില്ലാത്തവരായിട്ടായിരിക്കും, വെറും എല്ല് മാത്രമായിട്ടായിരിക്കുമെന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ലാസ് എടുക്കുകയാണ്. ആ സമയത്ത് ആകാംക്ഷയോടെ അതിലുപരി പരിഭ്രാന്തരായിട്ട് ആ സ്വഹാബത്ത് ചോദിക്കുകയാണ്, നബിയെ ആരൊക്കെയാണത്, എന്തൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ് അവര് എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നാമതായിട്ട് പറഞ്ഞത് പ്രായമായിട്ടും വ്യഭിചരിക്കുന്നവർ. അപ്പൊ ചോദിക്കും, പ്രായമായിട്ടല്ലാതെ താഴെയുള്ള അതായത് ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വ്യഭിചരിക്കാമോ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, പ്രായം കൂടുന്നതിനനുസരിച്ച് വ്യഭിചരിക്കുന്ന ആളുകൾക്ക് ശിക്ഷ കൂടുമെന്നാണ്. അതാണ് പറഞ്ഞത്, പ്രായമായിട്ടും വ്യഭിചരിക്കുന്ന ആളുകൾ. രണ്ടാമതായി പറഞ്ഞത് അക്രമകാരികളായ ഭരണാധികാരികൾ. അക്രമകാരികളായ ഭരണാധികാരികൾക്കും ഈ ശിക്ഷയായിരിക്കും അല്ലാഹു തആല നൽകാൻ പോകുന്നത്. മൂന്നാമത്തത് കള്ളുകുടിയിൽ ആണ്ടുപോയ ആളുകൾ, കള്ളുകുടിയിൽ അങ്ങ് ലയിച്ചു പോയ ആളുകൾ. അപ്പൊ ചോദിക്കും, ചെറുതായിട്ട് കള്ളു കുടിക്കാൻ പാടുണ്ടോന്ന്? കള്ളു കുടിക്കാനേ പാടില്ല. ചിലപ്പോ 1-2 പ്രാവശ്യമൊക്കെ കള്ളു കുടിച്ചു പോയാൽ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു താല ചിലപ്പോൾ അവർക്ക് പുറത്തു കൊടുത്തേക്കാം. എന്നാൽ ഈ കള്ളുകുടിയിലായിട്ട് അങ്ങ് ലയിച്ചു പോയാൽ പിന്നെ അവർക്കൊരു തിരിച്ചു വരവുണ്ടാവില്ല. അതുപോലെ തന്നെ നാലാമത്തത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ. മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകളും ഈ രൂപത്തിലായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അടുത്തതായിട്ട് പറഞ്ഞത് ഗീബത്തും നമീമത്തും പറഞ്ഞു നടക്കുന്ന ആളുകൾ, ഫിത്നയും ഫസാദുമായി പറഞ്ഞു നടക്കുന്ന ആളുകൾ. അയൽവാസികളെ ആവട്ടെ, കുടുംബത്തിലാവട്ടെ, ജോലി സ്ഥലത്താവട്ടെ, എവിടെ നോക്കിയാലും ഫിത്നയും ഫസാദുമായിട്ട് നടക്കുന്ന ആളുകൾ. അടുത്തത് കള്ളസാക്ഷി നിൽക്കുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അത് ഞാൻ കണ്ടതാണ്, അത് അങ്ങനെ തന്നെയാണ്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവില്ല, പക്ഷെ കള്ളസാക്ഷി നിൽക്കുന്ന ആളുകൾ. അതുപോലെ തന്നെ പൈസക്കും വേണ്ടിയിട്ട് കോടതിയിലും മറ്റും പോയിട്ട് കള്ളസാക്ഷി നിൽക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾ. സക്കാത്ത് കൊടുക്കേണ്ടവർ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. റമളാൻ മാസമല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഒരു വർഷം കണക്ക് കൂട്ടിയിട്ടാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. റമളാനിലാണ് നമുക്കൊരു വർഷമാകുന്നത് എങ്കിൽ റമളാനിൽ കൊടുക്കണം. അല്ലാതെ റമളാൻ മാസത്തിൽ ഇത് എന്റെ സക്കാത്തിന്റെ പൈസയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 10 നോട്ടാക്കിയിട്ട് കൊടുത്താൽ സക്കാത്ത് വിടൂല. സക്കാത്ത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കേണ്ട ആളുകൾക്ക് കൊടുക്കണം. അതുപോലെ തന്നെ പലിശ ഭക്ഷിക്കുന്ന ആളുകൾ. പലിശ ഭക്ഷിക്കുന്ന ആളുകളും ഈ രൂപത്തിലായിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇന്ന് പലിശയിൽ ബന്ധപ്പെടാത്ത ആളുകളുണ്ടോ? പലിശയിൽ ബന്ധപ്പെടാത്ത ആളുകൾ വളരെ വിരളമാണ് അല്ലെ, നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ അക്രമം ചെയ്യൽ. അക്രമം ചെയ്യൽ എന്ന് പറയുമ്പോൾ വടിവാളെടുത്തിട്ടും കടാര എടുത്തിട്ടുമുള്ള അക്രമം മാത്രമല്ല. അക്രമം എന്ന് പറയുന്നത് നാവ് കൊണ്ടുള്ള അക്രമം. അതുപോലെ തന്നെ അയൽവാസികളെയും മറ്റും ബുദ്ധിമുട്ടിക്കുക. മറ്റുള്ള ഒരാൾക്ക് വീട്ടിലേക്ക് പോകാൻ ഒരു വഴി വേണമെങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെ ഒരു അതിരിലൂടെ ഇങ്ങനെ പോവുകയായിരിക്കും, അതങ്ങനെ ബന്ധാക്കി വെക്കുക. എന്റെ സ്ഥലത്തു കൂടെ അങ്ങനെ പോകണ്ട. ആരാണ് എന്റെ സ്ഥലം എന്ന് പറയാൻ? നീ ആരാ? ഈ വലിക്കുന്ന ഒരു ശ്വാസം നിലച്ചു പോയാൽ തീർന്നുപോയി, പോകുമ്പോ കൊണ്ടുപോകില്ലല്ലോ, എന്നാലും അതെന്റേതാണ്. എങ്ങനെയൊക്കെ അക്രമം ചെയ്യുക, അങ്ങനെയൊക്കെ അക്രമം ചെയ്യുന്ന ആളുകൾ. നമ്മളെ തൊട്ട് പിന്നെ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനേ പാടില്ല. അത് നമ്മുടെ വീട്ടിലായാലും അയൽവാസിയിലായാലും, ഞാൻ ഈ പറഞ്ഞ പോലെ ജോലി സ്ഥലത്ത്, എവിടെയായാലും അങ്ങനെയുള്ള ഒരു അക്രമം നമ്മൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവസാനം പറഞ്ഞത് നിസ്കരിക്കാത്ത ആളുകൾ. നിസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് വലിയ വിഷമമുള്ള കാര്യമാണത്. നിസ്കരിക്കാത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ ഹദീസിന്റെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, നിസ്കരിക്കാത്ത ആളുകൾക്കായിരിക്കും ഈ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷ ഉണ്ടാവുക എന്നുള്ളതാണ്.
അപ്പൊ നമ്മൾ മനസ്സിലാക്കണം നിസ്കരിക്കാത്ത ആളുടെ ശിക്ഷ എന്തായിരിക്കുമെന്ന്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ആരോടും നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ, നിസ്കാരം നിലനിർത്തണമെന്നാ പറഞ്ഞേ. നിസ്കരിക്കാത്ത ആളുകളോടാണ് നിസ്കരിക്കണമെന്ന് പറയേണ്ടത്. മുസ്ലിമാണോ നിസ്കരിച്ചിരിക്കണം. നിസ്കരിച്ചിരിക്കണം എന്ന് മാത്രമല്ല, അവിടെയാണ് അല്ലാഹു തആല പറഞ്ഞത് നിസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും തോന്നുന്നത് പോലെ നിസ്കരിച്ചാൽ പോരാ, നിസ്കാരം നിലനിർത്തണം എന്ന്. അതും ഒരുപാട് തന്നിട്ടില്ലല്ലോ. ഒരു ദിവസത്തിൽ നമുക്ക് തന്നിട്ടുള്ളത് 5 വഖത്ത് മാത്രമാണ്, അല്ലെ? ആ ചരിത്രമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ആ 50 വഖത്ത് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? അല്ലാഹു തആല തെറ്റുകൾ ചെയ്യാതെ എല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനിക്ക് എന്നുള്ള അർത്ഥത്തോടു കൂടി, കിബറില്ലാതെ, റിയാ ഇല്ലാതെ, ഇഖ്ലാസോട് കൂടി ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വീകരിക്കുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.